സർ, നമ്മുടെ ഡിജി സ്കിൽസിന്റെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് പേഴ്സണലൈസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണല്ലോ. അതെങ്ങനെയാണ് നമ്മൾ സിലബസ്ക്ക് അപ്ലൈ ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ഡിജി സ്കിൽസിലേക്ക് ഒരു കാൻഡിഡേറ്റ്സ് എൻക്വയറി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജി സ്കിൽസിനകത്ത് അവർക്ക് ഫസ്റ്റ് ഒരു ഫ്രീ ഡെമോ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഡെമോ ക്ലാസ്സിനകത്ത് ഇവർക്ക് ഏതൊക്കെ ഏരിയകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവരുടെ ബേസിക് നോളേജ് എന്താണ്, ഇവരുടെ പാഷൻ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് നമ്മൾ ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ നോളേജ് എന്താണ്, അവർ ഏതെങ്കിലും ഏരിയയിൽ സ്കില്ലുള്ളവരാണോ. അതായത് ആക്ച്വലി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന പല ആളുകളും ഗ്രാഫിക്കലി നല്ല പിക്ചേഴ്സ് ബേസ് ചെയ്തിട്ട് ഗ്രാഫിക്കലി സ്കില്ലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എഡിറ്റിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾ വരാറുണ്ട്, അതുപോലെ കോഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വരാറുണ്ട്. ഇതൊന്നും അല്ലാതെ മാർക്കറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. ഇങ്ങനെ പല സെഗ്മെന്റിലും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഇതിനകത്തോട് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ പാഷനും ഇവരുടെ സ്കില്ലും ഇവരുടെ നോളേജും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനകത്തൊരു വൈഡ് മോഡ്യൂൾസ് വരുന്ന കോഴ്സാണ്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പോകുന്നുണ്ട്. അതായത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ബിസിനസ് ഓട്ടോമേഷൻ വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 6 months അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 4 മാസം കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ലേണിങ്ങും 2 മാസം കമ്പനിക്ക് അകത്ത് കയറിയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവർക്കൊരു കോഴ്സ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഇവർ ഏത് ഏരിയയിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവരെ കൂടുതൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഡിജി സ്കിൽസ് റൺ ചെയ്യുന്നത് വെബാഷ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കമ്പനിയാണ്. അത് 2004 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്കകത്ത് വരുന്ന പല ക്ലയൻസിൻ്റെയും വർക്കുകൾ മാനേജ് ചെയ്തുകൊണ്ടാണ്. അതായത് ആ ഒരു കമ്പനിക്കകത്ത് വരുന്ന പല ക്ലയൻസിൻ്റെയും വർക്കുകൾ മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഡിജി സ്കിൽസിനകത്ത് മെന്ററിങ് കൊടുക്കുന്നത്. കാരണം ഫാക്കോളിറ്റി അല്ല, അവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്ലാസ് എടുക്കുന്ന മെത്തേഡ്സ് അറിയുന്ന പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ലേണിങ്സുകളാണ്. അതായത് ഓരോ നമ്മുടെ ക്ലയൻസിൻ്റെ പ്രൊജക്റ്റുകളിലൂടെയാണ് അവരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഒരു 6 months കോഴ്സ് വരുന്നതിൻ്റെ മുന്നേ ഇവർ 4 മാസത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ ഇവരെ കൊണ്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. ആ വെബ്സൈറ്റിലേക്ക് വേണ്ട കോണ്ടന്റ് എങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രാക്ടീസ് കൊടുത്തു. ഈ ബേസ് ചെയ്തിട്ടുള്ള ടൂൾസുകളിൽ കൊണ്ടുപോയി അവരെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. അതിനകത്ത് അവരുടെ വെബ്സൈറ്റിലേക്ക് വേണ്ട കീവേഡ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലേക്ക് ആ ഒരു കീവേഡ്സ് ബേസ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിനെ ആ ഒരു ഗൂഗിൾ സെർച്ച് SEO ടോപ്പ് സെർച്ചിലേക്ക് ഫസ്റ്റിലേക്ക് എത്തിപ്പിച്ചു. എന്നിട്ടാണ് ഇവർ ഗൂഗിൾ ആഡ്സിലേക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലേണിംഗ് ടൈമിൽ തന്നെ ഇവർക്ക് ഇതെല്ലാം പ്രാക്ടിക്കലി ചെയ്യാനും അതുവഴി അവരുടെ റിസൾട്ടുകൾ അവർക്ക് അനലൈസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ പുറമെ ഇവര് ഏത് ഏരിയയിലാണോ സ്കില്ല്, ഇപ്പൊ ഇതിനകത്ത് വരുന്ന അപ്ലൈ ചെയ്യുന്ന പല കാൻഡിഡേറ്റ്സും സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. ചിലർ ഇതിനകത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, അതല്ലാതെ ചിലർ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ വീഡിയോ എഡിറ്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതല്ലാതെ മറ്റു പല മേഖലകളിലും ഇവർ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് പ്രൊഫൈലുകളുള്ള പല കാൻഡിഡേറ്റ്സുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വലി ഇവരുടെ ലേണിങ്ങിനോടൊപ്പം ഇവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിനെങ്ങനെ ഏണിങ്സ് ആയിട്ട് മാറ്റാം എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഏജൻസിക്ക് അകത്ത് വരുന്ന എല്ലാ ക്ലയൻസിന്റെ വർക്കുകളിലും ഇവരെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏജൻസിക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പല ക്ലയൻസിന്റെയും പ്രൊജക്ട്സുകളിൽ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ടുള്ള ഫേസ്ബുക്ക് ക്യാമ്പയിൻസും ഗൂഗിൾ ആഡ്സും SEO പ്രൊജക്ട്സുകളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇവരൊരു പ്രൊജക്ട്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈം, ഈ ഒരു ടൈമിൽ ഇന്റേൺഷിപ്പാണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിലേക്ക് നമ്മൾ ഇവരെ അങ്ങോട്ട് മാറ്റുന്ന ടൈമിൽ, ഈ പ്രൊജക്ട്സിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഇവർ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊജക്ട്സുകളിൽ ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു ക്യാമ്പയിൻസ് ഫെയിലിയർ ആയത്, അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ പ്രൊഫഷണൽസ് അവരെ പ്രോപ്പർലി റെക്ടിഫൈ ചെയ്യാനും, അതായത് ആ ഒരു പ്രോബ്ലംസ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുത്തും ആ ഒരു പ്രോബ്ലംസ് അവരെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് അതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ജേണിയും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. നമ്മുടെ ഏജൻസിക്കകത്ത് നടന്നിരിക്കുന്ന പല ക്ലയൻസിൻ്റെയും സക്സസും ഫെയിലിയർ ആയിട്ടുള്ള ക്യാമ്പയിൻസുകൾ, കേസ് സ്റ്റഡീസുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് ചെയ്യുന്നത്. പല ഏജൻസികളുടെയും പല ക്ലയൻസിൻ്റെയും എല്ലാം വർക്കുകളിൽ കൂടുതൽ മാക്സിമം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് നാളെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട്
ഇന്റർവ്യൂവിൽ പാസ്സാവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതായത് അവർക്ക് ഏത് കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇവർ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഇവർ ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ക്യാമ്പയിനിൽ ആ ഒരു സെഗ്മെന്റിലായിരിക്കും അവരെ കൂടുതൽ നമ്മൾ മാസ്റ്റർ ചെയ്യിപ്പിക്കുക. കാരണം പല കമ്പനികളിലും ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പൊസിഷൻസ് അല്ല വരുന്നത്. കാരണം ഓരോ കമ്പനികളുടെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ഈ പറയുന്ന സെഗ്മെന്റ് ഡെസിഗ്നേഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില ഹയർ ലെവലിലുള്ള കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ SEO അനലിസ്റ്റ്, SEO എക്സ്പേർട്ട്, ഗൂഗിൾ ആഡ്സ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പൊസിഷൻസ് ആണ് വരുന്നത്. ലോവർ ലെവലിലുള്ള കമ്പനീസിൽ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പൊസിഷൻസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഹയർ ലെവലിലുള്ള കമ്പനികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലുള്ള പാക്കേജിങ്ങും ആ ലെവലിലുള്ള സ്കില്ലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹയർ ലെവലിലുള്ള കമ്പനിയിലേക്ക് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റിനകത്ത് കംപ്ലീറ്റ്ലി അതിൻ്റെ മോഡ്യൂൾസുകളും അതിൻ്റെ ടൂൾസുകളും എല്ലാം നമ്മൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് അതിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി അനലൈസ് ചെയ്ത് അതിനെ കറക്റ്റ് ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഏജൻസിക്കകത്ത് വരുന്നുണ്ട്. ഇതിലൂടെ എല്ലാം നമ്മൾ ഈ ഒരു വരുന്ന കാൻഡിഡേറ്റ്സിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇറക്കുന്നത്. ഇതിന്റെ പുറമെ ഇവർ കമ്മ്യൂണിക്കേഷന്റെ സ്കില്ല് പ്രോബ്ലം വരുന്ന ആളുകളുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, സ്പോക്കന്റെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുത്ത് അവരെ ടെക്നിക്കലി പ്രൊഫഷണലി എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട ലെവലിൽ അവരെ കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു കാൻഡിഡേറ്റ്സിനെ ഇറക്കുന്നത്. കാരണം ഈ ഒരു കാൻഡിഡേറ്റ്സിനാണ് നമ്മുടെ കമ്പനികളിലും നാളെ മറ്റു പല MNCകളിലും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കമ്പനിയുടെ റിക്വയർമെന്റ് എന്താന്നുള്ള കറക്റ്റ് ഒരു കമ്പനിയായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു ലെവലിൽ വേണ്ട ഇതിനകത്ത് ആ ഒരു കാൻഡിഡേറ്റ്സിന് ആ ഒരു ലെവലിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഇറക്കുന്നത്. ക്ലിയർ? ഇത്രയാണ് ഇതിനകത്ത് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. താങ്ക് യു.